PD ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 5 പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്തത്. അമൽ തെനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, അവരെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോടതിയിലെത്തിയപ്പോഴും മുദ്രാവാക്യം വിളിച്ചാണ്. ഇന്നലെ കാണിച്ചുകൂട്ടിയതെല്ലാം കണ്ടതാണ്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് അവരെ പിടികൂടേണ്ടി വന്നത്. എന്താണ് വിവരം? ആദ്യം അറസ്റ്റിലായ 5 പേരെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. വലിയ പോലീസ് സുരക്ഷയിലാണ് ഇവരെ ഇവിടേക്ക് എത്തിച്ചത്. നേരത്തെ എയർ ക്യാമ്പിൻ്റെ അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്തും അതോടൊപ്പം തന്നെ എയർ ക്യാമ്പിൽ നിന്നും ഈ കോടതിയിലേക്ക് കയറുന്നതിൻ്റെ അവിടെ എത്തുമ്പോഴും ഈ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം വിളിക്കാനായി അവിടെ പ്രവർത്തകരുണ്ടായിരുന്നു. അതിന് സമാനമായൊരവസ്ഥ ജനറൽ ആശുപത്രിയിൽ ഉണ്ടാകും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു പോലീസ് വാനിലാണ് ഇവരെ ഇവിടേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യത്തെ ആളുടെ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ ആളുടെ വൈദ്യപരിശോധന ഇപ്പോൾ നടക്കുന്നു. ഇനി 3 ആളുകളുടെ കൂടി വൈദ്യപരിശോധന പൂർത്തിയാകാനുണ്ട്. അതിനുശേഷമായിരിക്കും ഇവരെ ജയിലിലേക്ക് മാറ്റുക. പൂജപ്പുരയിലേക്കാണ് മാറ്റുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. BNS 109, അതായത് കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ, ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലടക്കമുള്ള വകുപ്പുകൾ, അന്യായമായി സംഘം ചേർന്ന് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണമാണ്. അതിനാൽ തന്നെ ജാമ്യം ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇനിയിപ്പോൾ എത്ര നാൾ ഈ ജാമ്യം നീണ്ടുപോകും എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. മറ്റ് 3 പേരെ കൂടി ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും 2 ആളുകളെയും ഒരാളെ കോട്ടയത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. 3 ആളുകൾ കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി അവരെയും കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ അവരെ കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കോടതിയിൽ നിന്ന് അവധിയായിട്ട് കൂടി അവിടേക്ക് മജിസ്ട്രേറ്റ് എത്തി വഞ്ചിയൂർ കോടതിക്ക് അകത്ത് തന്നെയാണ് നടപടിക്രമങ്ങളെല്ലാം നടന്നത്. ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കിയില്ല. പോലീസ് പ്രത്യേക അനുമതി തേടിയിരുന്നു. അങ്ങനെയാണ് ജഡ്ജി എത്തുകയും അവിടെ ഹാജരാക്കി, കോടതിക്കുള്ളിൽ തന്നെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇവരെ അവിടെ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചുള്ള വൈദ്യപരിശോധന തുടരുകയാണ്. ഇത് ദൃശ്യങ്ങൾ തെളിവുകളായി എല്ലാം കൃത്യമായിട്ടുണ്ട്. എല്ലാവരും ഇന്നലെ കണ്ടതുമാണ്. ഇനി എത്ര പേരെയാണ് കൃത്യമായി പിടികൂടാനുള്ള? ഈ കൗൺസിലർ IP ബിനു മുട്ടയെറിയുന്നതൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടു കഴിഞ്ഞു. പക്ഷേ പോലീസിന് അയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കൗൺസിലറുമുണ്ട്, മുൻ കൗൺസിലർ. ഇവരൊക്കെ എവിടെയാണെന്നുള്ള വിവരങ്ങളുണ്ടോ? അവരെ കൂടി പോലീസ് വലിയ കാലതാമസമില്ലാതെ പിടികൂടുമോ? ദിവിഷ്, ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ എന്ന് പറയുന്നത് വലിയ നാണക്കേടായി മാറി. രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം എന്നൊക്കെ അവകാശപ്പെടുന്ന, ഇന്റലിജൻസ് സംവിധാനമൊക്കെ അവകാശപ്പെടുന്ന കേരള പോലീസിനാണ് ഇന്നലെ അത്രത്തോളം വലിയൊരു വീഴ്ച സംഭവിച്ചത്. രാജ്യമാകെ കണ്ടതാണ് ആ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നത്. ഇംഗ്ലീഷ് ചാനലുകളും അതോടൊപ്പം തന്നെ ഹിന്ദി ചാനലുകളും എല്ലാം വളരെ കേരളത്തിന് മൊത്തത്തിൽ നാണക്കേടാകുന്ന തരത്തിലാണ് ആ ചർച്ചയുമായി മുന്നോട്ട് പോയത്. അതിനുള്ള ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്തതാണ്. പിണറായി വിജയന്റെ വീടിന് മുൻപിൽ ED ഉദ്യോഗസ്ഥർ ഇറങ്ങുമ്പോൾ അവരുടെ വാഹനം ആക്രമിക്കപ്പെടുന്നു. നേരത്തെ ബംഗാളിലൊക്കെ കാണുന്നതിന് സമാനമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ പിണറായി വിജയന്റെ വീടിന് മുൻപിൽ കണ്ടത്. നിയന്ത്രിക്കാൻ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ കാര്യങ്ങൾ നിന്നില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രി അടക്കമുള്ള ആളുകൾ നിന്ന സ്ഥലത്താണ് അത്തരത്തിലൊരു ആക്രമണം ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായത്, അവരുടെ വാഹനത്തിന് നേരെ ഉണ്ടായത്. ആ വാഹനം തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ ഈ ലോകം മുഴുവൻ കണ്ടതാണ്. അതിനാൽ തന്നെ ഈ ശക്തമായ നടപടി ഉണ്ടാകും. പോലീസിന് നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമാണ്. അതിനാൽ തന്നെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളത് പിന്നീട് ആഭ്യന്തരമന്ത്രി പ്രതികരണമായി പറയുകയും ചെയ്തു. പക്ഷേ ആ ശക്തമായ നടപടി എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം അവിടെ പാർട്ടി ഓഫീസിലേക്ക്, ഇവിടെ ഈ സംഘർഷം കഴിഞ്ഞ ശേഷം നടന്ന് പാർട്ടി ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകർ പാർട്ടി ഓഫീസിൽ, പാളയത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ തുടരുകയായിരുന്നു. അവർ തീരുമാനിച്ച സമയത്ത് അവർ ഇറങ്ങി വന്നപ്പോൾ മാത്രമാണ് പോലീസിന് അവരെ പിടികൂടാൻ കഴിഞ്ഞത്. സ്വമേധയാ അവരാണ് അതിൽ 4 പേർ. ഒരാളെ പിന്നീട് ഈ സംഭവം നടന്നതിന് ശേഷം വഴിയിൽ നിന്ന് പോലീസ് പിടികൂടുകയും ചെയ്തതാണ്. ഇന്നലത്തെ 5 പേരിൽ 4 പേരും സ്വമേധയാ എത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരാളെ മാത്രമാണ് പോലീസിന് അല്ലാതെ പിടികൂടാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇന്നിപ്പോൾ 3 അറസ്റ്റ് കൂടി ഉണ്ടാകുന്നു. നേരത്തെ ദിവിഷ് പറഞ്ഞ IP ബിനു അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മുൻ കൗൺസിലറായിട്ടുള്ള ആറ്റുകാൽ ഉണ്ണി അടക്കമുള്ള ആളുകളുണ്ട്. ആ ആളുകളും ഈ കേസിൽ പ്രതികളാണ്. പക്ഷേ അവരെ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി വരെയുള്ള സമയത്ത് ഏകദേശം 40 ഇടങ്ങളിൽ പരിശോധന നടത്തി എന്നുള്ളതാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്. ആ പരിശോധനയിൽ ആറ്റുകാൽ ഉണ്ണിയുടെയും അതോടൊപ്പം തന്നെ IP ബിനുവിൻ്റെയും വീടുകളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോൾ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യമെന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ ഇപ്പോഴുള്ള ഈ ഓട്ടപ്പാച്ചിലുണ്ട്. ആ ഓട്ടപ്പാച്ചിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ
പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് പുറത്തുകൂടി അകത്തുണ്ടായിരുന്ന ആളുകളെ കയറി അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷേ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് പുറത്ത് ഈ രണ്ട് പേരും, ഈ പേര് പറഞ്ഞ ആറ്റുകാൽ ഉണ്ണിയും അതോടൊപ്പം തന്നെ IP ബിനുവും അവിടെ ഉണ്ടായിരുന്നു. അവരെ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. അതിനുശേഷം അവരോട് നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി. പോയ സമയത്ത് വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും കസ്റ്റഡിയിൽ എടുക്കാതെ അവർക്ക് മാറി നിൽക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ അവരുടെ പിന്നാലെ പായുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം, ഇന്നലെയാണ് എങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒന്ന് അരിച്ചു പറിക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിരവധി പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞേനെ. ഇന്നിപ്പോൾ അതല്ല. ഒരു രാത്രി ഇരുട്ടി വെളുത്തു, ഇന്നിപ്പോൾ ഇത്രയും നേരമാകുന്നു. ഇന്നലെ ഈ സംഭവം നടന്നിട്ടിപ്പോൾ 24 മണിക്കൂറും പിന്നിടുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പ്രതികൾ എവിടേക്ക് പോയി? ഇത് തിരുവനന്തപുരം നഗരത്തിൽ എന്തായാലും അതിൽ എത്ര പേരുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഇന്നിപ്പോൾ വ്യാപക പരിശോധന നടത്തുമ്പോൾ കോട്ടയത്ത് നിന്നും ഒരാളെ പിടികൂടുന്ന അവസ്ഥയുണ്ടാകുന്നത്. അമൽ എന്ന് പറയുന്ന പ്രതിയാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾ ഒരുപക്ഷെ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത പോലും പോലീസ് ഇപ്പോൾ തള്ളിക്കളയുന്നില്ല. വിശദമായ പരിശോധന എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. കൂടുതൽ ആളുകൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നു. എന്തായാലും 3 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ 5, ഇന്ന് 3, അങ്ങനെ ആകെ 8 പേരാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലും അറസ്റ്റിലുമായുള്ളത്. ശരി. EDക്കെതിരെയാണ് ആക്രമണം നടത്തിയത്. ബംഗാളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ എടുത്ത നടപടികൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും എത്ര ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ഈ പ്രവർത്തകരൊക്കെ പോകുന്നത്. ഇന്നലത്തെ ആവേശത്തിൽ കാണിച്ചു കൂട്ട മുട്ടയേറും ഇഷ്ടിയേറും ഒക്കെ ഇനി ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയാണ് ഇവർ ഇനി അനുഭവിക്കാൻ പോകുന്നത്. പോലീസ് ഇപ്പോഴും ഇനിയും 2-3 പേരെ കണ്ടെത്താനുണ്ട്. അമൽ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ വേണമെന്ന് വിചാരിച്ചെങ്കിൽ പോലീസിന് എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്നതാണ് ഒരു വിമർശനമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്.